ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ദിലീപേട്ടൻ്റെ ബബ്ബ ബബ്ബ കാണാൻ പോവാണ്. ദിലീപേട്ടൻ മാത്രമല്ല, നമ്മുടെ ലാലേട്ടനൊക്കെ എങ്ങനെ ഇരിക്കും, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. പടം എനിക്ക് പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ദിലീപേട്ടൻ്റെ പടം കാണരുതെന്നും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ഘോരം പ്രസംഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അവരൊന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവർക്ക് പിന്നെ അവരുടെ അഭിപ്രായം പിന്നെ പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ ദിലീപേട്ടൻ എന്ന് നിരപരാധിയാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് 100% അന്ന് ഇന്ന് വിശ്വസിക്കുന്നു എന്ന് ദിലീപേട്ടനോടൊപ്പം KSRTC ബസ്സിൽ ആ പടം സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച അന്ന് തീരുമാനിച്ചതാണ് തിയേറ്ററിൽ പോയി തന്നെ ദിലീപേട്ടൻ്റെ പടം കാണുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് 11 മണിക്ക് ഷോ ബുക്ക് ചെയ്യിക്കുകയാണ്. പിന്നെ ഇറങ്ങാൻ പോകണം ഗൈസ്, ലേറ്റായി, വേഗം പോകണം, കാണണം. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, അടിപൊളി. ഹലോ ഗൈസ്, തിയേറ്ററിൽ വന്ന ആൾക്കാരെ കണ്ടില്ലേ? പടത്തിന് ആരും വരത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ്. ഒരു രക്ഷയില്ല, തിയേറ്റർ ഫുള്ളായിരുന്നു കേട്ടോ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ പടം കണ്ടിട്ട് വന്നതേ വേണം. നമ്മുടെ ബബ്ബ ഞാൻ ദിലീപിൻ്റെ പടം കാണത്തേയില്ല. ഇനി ഒരു ചാനലിൽ വന്നാലും ഞാൻ ദിലീപിൻ്റെ പടം കാണൂല എന്നും പറഞ്ഞ് ഇങ്ങനെ പിന്നെ ദിലീപിനെ കുറ്റവും പറഞ്ഞ് തെറി വിളിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് യോഗമല്ല മക്കളെ, യോഗമല്ല. നമ്മുടെ ലാലേട്ടൻ്റെ മുണ്ട് പറിച്ചടി, മീശ പിരിക്കല്, നമ്മുടെ ദിലീപേട്ടൻ്റെ നല്ല മാസ് ഡയലോഗുകൾ, ഫൈറ്റുകൾ, പാട്ട് സീൻസ്, നമ്മുടെ സോന നമ്മുടെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ, എന്തൊക്കെ ഇതിനകത്ത് കയറ്റാൻ പറ്റുമോ എല്ലാം ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനോട് അപ്പുറമായിട്ടാണ് ഈ പടം കൊണ്ട് ഈ ഒരു ലെവലിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എനിക്ക് റിവ്യൂ പറഞ്ഞാൽ ഇത് റിവ്യൂ ആയിട്ടൊന്നും ആരും കണക്കാക്കണ്ട. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്, ഈ പിന്നെ ദിലീപേട്ടൻ്റെ നെഗറ്റീവ് പറഞ്ഞിട്ട് കാണാതിരിക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മിസ്സിങ് ആണ് ഈ പടം. കാരണം നിങ്ങൾ വിചാരിക്കുന്ന ലെവലിലൊന്നും അല്ല ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. നൂറിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. എൻ്റെ പൊന്നെ, ഒരു നിവർത്തിയില്ല. നൂറിനെന്ന് പറഞ്ഞാൽ നൂറിനെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇനി പോവാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്ന എന്താണ് അവിടെയൊക്കെ ചിന്ത പോകുന്നത്? നമ്മുടെയൊക്കെ തലയിൽ കളിമണ്ണാണോ? ആര് വന്ന് എന്നെ വന്ന് പിന്നെ കമൻറ്റ് പറഞ്ഞ് പൊങ്കാലിട്ടാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്ന് ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ദിലീപ് മാത്രമല്ല അതിനകത്തുള്ളത്, നമ്മുടെ ലാലേട്ടൻ ഈ പടത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും ദിലീപിനെ കുറ്റം പറഞ്ഞിട്ട് കാണൂലെന്നും പറഞ്ഞിരിക്കുന്നവരൊക്കെ പിന്നെ വീട്ടിൽ ഇരുന്ന് വെറുതെ ഇങ്ങനെ അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ കാണാതിരിക്കല്ലേ? കുറച്ചെങ്കിലും നിങ്ങൾക്ക് കാണണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പോയി